മുമ്പിൽ ഒരു സാധനം ഉണ്ട്, കുനിഞ്ഞിട്ട് അത് ടേസ്റ്റ് ചെയ്യണം. കൈകൊണ്ടെടുക്കാവോ? തൊട്ട് വായിൽ വെക്കാൻ പാടില്ല, അല്ലാണ്ട് മുഖം അങ്ങോട്ട് കൊണ്ടുചെല്ലണം. കമോൺ. ശ്രദ്ധിച്ച് മൂക്കൊണ്ട് ഹരിശ്രീ എഴുതണം നീ. ഇതെന്താ സംഭവം? കിട്ടിയോ? കിട്ടി. എന്താ പറഞ്ഞോളൂ, എന്താ പേര് പറയരുത്. നമ്മളെ വീട്ടിലേക്ക് അതിഥികൾ വരൂലേ, അപ്പൊ കലക്കി കൊടുക്കൂലേ? അപ്പൊ ഒരു പോയിന്റ് ആണ്. അടുത്തത് ദർശനയുടെ ചാൻസ് ആണ്. ദർശന വളരെ സൂക്ഷിച്ച്, കയ്യിൽ ഞാൻ തരാം, പ്ലേറ്റ് തരാം. ഇതെന്താന്നുള്ളത് പതുക്കെ ടേസ്റ്റ് ചെയ്തിട്ട്. പൗഡറാണ്, പെട്ടെന്ന് വലിക്കരുത്. എന്തത്? എന്തോ ഒരു പൗഡർ ആണത്. ഭയങ്കര കയ്പാണ്, ഭയങ്കര കയ്പാ. സോപ്പ് പൊടി വല്ലതാണോ? അല്ലല്ല, ഞാൻ പറയാം. ഇത് അത് തന്നെയാണോ? പറഞ്ഞു നോക്ക്, ഗസ് ചെയ്ത് നോക്കാം. ഗ്ലൂ അല്ല, കൊടുക്ക്. നമ്മള് വീട്ടിൽ മേടിക്കുന്നതാണോ? ഇത് അത് തന്നെയാന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഒന്നുകൂടെ വേണ്ടി ടേസ്റ്റ് ചെയ്തോ. കറിക്ക് ഉപയോഗിക്കുന്ന സാധനമാണോ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന സാധനമാണോ? ഇല്ല, കറിക്ക് ഉപയോഗിക്കുന്ന സാധനം. കറിക്ക് ഉപയോഗിക്കുന്ന ഞാൻ പറയാം, നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോ ഇത് തിളപ്പിച്ച വെള്ളം കുടിക്കാന്ന് പറയില്ലേ? യൂറിൻ ഇൻഫെക്ഷൻ വരുമ്പോൾ തിളപ്പിച്ച വെള്ളം കുടിക്കും. ഇത് തിളപ്പിച്ച വെള്ളം കുടിക്കുക. അയ്യോ, ഇത് നിങ്ങക്ക് അറിയത്തില്ലേ? കരിങ്ങാലുമല്ലോ. അല്ലല്ല, ഇത് നമ്മള് രസത്തിലൊക്കെ ഇടും. മനസ്സിലായി. അയ്യോ, പറ. വെളുത്തുള്ളി. രസത്തിൽ എന്തൊക്കെ ഇടും നമ്മള്? തക്കാളി ഇടും. അല്ലല്ലോ, ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങളൊക്കെ ഇടുന്ന. കടുക്. വേറെ ഒരെണ്ണം കൂടെ ഇടും. അല്ലല്ല, പറ. കടുക്. ഉലുവയല്ലേ അത്? ഉലുവ. റൈറ്റ്. അടുത്ത ചാൻസ് അനൂപിനാണ്. കമോൺ. കിട്ടിയോ? കിട്ടിയേ. പറഞ്ഞു. നമ്മൾ ഇന്ന് ഉച്ചക്ക് ഇത് കഴിച്ചായിരുന്നു. ഇതിന്റെ കറിയോ? ഇത് നമുക്ക് ചിക്കനാണോ? അല്ല, ഇത് നമുക്ക് ശരിക്കും ഫിഷ് ആണോ? ഇതിന്റെ പേര് എനിക്ക് പറയാൻ പറ്റില്ല അല്ലേ? പേര് പറയാൻ പറ്റില്ല. പറ. ഇതേ നമ്മള് ഒരു ദിവസം ഇങ്ങനെ പോയിട്ട് മേടിക്കും. ഒരു ദിവസം പറയണൊക്കെ നമ്മൾ ഇന്ന് പോയി മേടിക്കും. മേടിച്ചിട്ട് അതൊരു പാത്രത്തിൽ വെച്ച് നമ്മൾ ഫ്രിഡ്ജിനകത്ത്. തൈരാണോ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ 3 ചാൻസ് കഴിഞ്ഞു. അടുത്തത് വിജയ് ആൻഡ് ശ്രുതിയാണ്. കമോൺ, ഭാര്യ വിളിച്ചോ. മുനികുമാരനും മുനികുമാരിയും. അപ്പൊ ശ്രുതിയുടെ കയ്യിലേക്കാണ് ഇത് തരാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് ടേസ്റ്റ് ചെയ്യണം. കുടിക്കാനൊന്നുമല്ല, അത് പ്ലേറ്റിന്റെ അറ്റമാണ് കുട്ടി. ഓക്കെ, അത് കറക്റ്റ്. യെസ്. നല്ല പാറ്റ ഫ്രൈ ആഹാര സാധനമാണോ? ബേക്കറി പ്രോഡക്റ്റ് ആണോ? പഴമാണോ? വിജയ് ചോദിക്കാൻ പാടില്ല. ചോദിക്കണ്ട, ഞാൻ പറയാം. ഇത് നമ്മൾ പൊതുവെ വീട്ടിൽ വാങ്ങിക്കാറില്ല. പക്ഷെ ഇടയ്ക്കൊക്കെ കണ്ണൻ വലിയ എരിവില്ലാത്ത സാധനങ്ങളൊക്കെ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ ചോദിക്കും ഇതും കൂടി തരുമോന്ന്. ഇതുണ്ടോന്ന് ചോദിക്കും. ഏത് അച്ചാറാണെന്ന് കൂടെ പറയിപ്പിക്കാൻ പറ്റുമോ? ശ്രദ്ധിച്ചു വേണം. കാരണം ഇതില്ലേ, ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കാണാൻ വേണം പറഞ്ഞിട്ട് അവിടെ ഇവിടെ നിന്നൊക്കെ അന്വേഷിച്ച് കൊണ്ട് തന്ന നമ്മടുത്ത ഹരിച്ചേട്ടാ. ഇപ്പൊ അനുരാജിന്റെ വൈഫ് അനുരാജിനെ നോക്കാം. കണ്ടു പഠിക്കും, നിങ്ങളെ കണ്ടു പഠിക്കും. ആ കൊച്ചു പ്രഗ്നന്റ് ആയിരുന്നപ്പോ എന്തൊക്കെയാ ചെയ്ത് കൊടുത്തത്? വിജയ്, എന്താ ഇത് പ്ലേറ്റ് പിടിക്കുക. ഇത് വളരെ സിമ്പിൾ ആണ്. അല്ലല്ല, ഒലിക്കുന്നല്ല. ധൈര്യമായിട്ട്. ഇല്ല, കൈ ഉപയോഗിക്കാൻ പാടില്ല. മുഖം അങ്ങോട്ട് കൊണ്ടുവരണം. പൊളിച്ച് മറ്റേ ദേഹം മുഴുവൻ കുരുകുരായിരിക്കുന്ന സാധനം നിനക്ക് ഇഷ്ടോ? പക്ഷെ ഞാൻ വല്ലപ്പോഴും മേടിക്കും. വെജിറ്റബിൾ ആണ്. ഈ ഇടയ്ക്ക് ഞാൻ മേടിച്ചു. ഇല്ല, കുടിക്കാൻ പറ്റണമൊന്നും അല്ല. അതുപോലെ തന്നെ. കുറച്ചും കൂടെ. നീ കഴിച്ചോണ്ടിരിക്കാതെ ടേസ്റ്റ് കുറവച്ചേ. ഇത് നമ്മള് ഭീമുനും പാറുവിനെല്ലാം കുറുക്കുണ്ടാക്കാൻ വേണ്ടിട്ട്. നവധാന്യം അല്ല, അത് അതില് ഇടാൻ വേണ്ടിട്ട്. ശർക്കര അല്ല, കരിപ്പെട്ടി.
അതുപോലൊരു സാധനം തന്നെയാണ്, ആ. പക്ഷെ കുറച്ചിങ്ങനെ വെള്ള കളറിൽ കട്ടി കട്ടിയായിട്ടിരിക്കുന്ന സാധനം. ഇങ്ങനെ വേറൊരു പേരല്ലേ പറയണേ? ഓ കൂവരവ്. അല്ല പിന്നെ? അല്ല കണ്ണാ, ആ. ഇതിന് മധുരത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധന. ക്രിസ്റ്റൽ പോലെ ഇങ്ങനെ കട്ടി കട്ടിയായിട്ടാ ഇരിക്കണേ. പഞ്ചസാര, കൽക്കണ്ടം. ആ യെസ്. അപ്പൊ 6 ചാൻസില് 5 എണ്ണവും നമ്മുടെ 2 കപ്പിൾസും ചേർന്നിട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. 5 ആണ് നിങ്ങളുടെ സ്കോർ. ടോട്ടൽ 6 ആയിരുന്നു. അപ്പൊ ഇനി നമ്മുടെ അതിഥികൾക്കുള്ള അവസരമാണ്. Okay, സൈഡിലോട്ട് അതിഥികൾ മാറി please. നിന്നോളൂ. അപ്പൊ ആരാ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം? ലെനയുടെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ലെന ആൻഡ് നിഖിൽ. അപ്പൊ ആദ്യത്തെ സാധനം തരട്ടെ. ലെനയ്ക്ക് ചാൻസ് തരാം. പ്ലേറ്റ് പിടിച്ചു. അത് വാഷ് ചെയ്തായിരുന്നോ? ധൈര്യമായിട്ട് ഫേസ് അതിലേക്ക് നോക്കി. ആ പറഞ്ഞോ. മധുരമുള്ളതാ? പഞ്ചസാര അല്ല, അതുപോലെ പഞ്ചസാരക്ക് മധുരമില്ല. പഞ്ചസാരക്ക് മധുരമുണ്ട്, പക്ഷെ അതുപോലെ മധുരമുള്ള ഒരു സാധനം ആ പായസത്തിലൊക്കെ ഉപയോഗിക്കും. പായസത്തിൽ ഉപയോഗിക്കുന്ന മധുരമുള്ള സാധനം ശർക്കര ആ. ആണോ? ആ. ശർക്കര. റൈറ്റ് ആൻസർ. ഐ ആം റിയലി സോറി നിഖിൽ. മധുരം പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, മധുരം കഴിക്കാൻ പ്രശ്നമില്ലല്ലോ. അല്ല, ടേസ്റ്റ് ചെയ്ത് നോക്കും. ഈശ്വരാ, ഈ ചതി എന്റെ അടുത്ത് വേണ്ട. പറഞ്ഞോ. ലെന, ഇതെന്ന് പറയുന്നത് പച്ച കളറാണ്. നമ്മുടെ തോട്ടത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ തോട്ടത്തിലോ? ആ. കേട്ടോ, അധികം ഹൈറ്റ് ഇല്ല, ചെറിയ ചെടിയിലാണ് ഇത് ഉണ്ടാവുന്നത്. കേട്ടോ, കറികളിലൊക്കെ, മീൻകറിയിലും അങ്ങനെയുള്ള കറികളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. കേട്ടോ, ഇത് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓവറായിട്ട് കഴിച്ചാൽ നമുക്ക് വെള്ളമൊക്കെ കുടിക്കാൻ തോന്നും. അല്ല, ചേന്റെ ഇനി നീ പറഞ്ഞില്ലെങ്കിൽ ചേന്റെ എക്സ്പ്ലനേഷനേക്കാളും ഉപരി എനിക്കത് അടുത്തൂടെ പോയപ്പോ ഒരു മണം വന്ന് ബാക്കി എക്സ്പ്ലനേഷൻ കൂടെ ആയപ്പോ മനസ്സിലായി കാന്താരി മുളക് അല്ലെങ്കിൽ മുളക് അങ്ങനെ എന്തേലും ആയിരിക്കും. മുളക് ആണോ? മുളക്. ആ, ഓക്കെ. അടുത്തത് യെസ്. ലെന, ഈ ദുഷിച്ച ശക്തികൾ നമ്മള് കൺഫ്യൂസ് ആക്കാൻ നോക്കും. നീ അതിലൊന്നും വീഴരുത്, പെട്ടെന്ന് പറഞ്ഞു. ഇതിന്റെ പേര് എനിക്കറിയില്ല. എന്നാലും എവിടെയൊക്കെ കാണാറുണ്ടെന്ന് പറയും. സംഭവം എന്താന്ന് നമ്മുടെ മനസ്സിലായോ? വീട്ടിലുണ്ടോ? ഡ്രൈ ഫ്രൂട്ട് ആണ്. ആ, അല്ലേ? അത് കഴിക്കുമ്പോ അങ്ങനെയല്ലേ ഫീൽ ചെയ്യുന്നേ? ആ. അല്ല, പറഞ്ഞു. ചേട്ടാ പേരെന്ത് കേട്ടോ? ആ, സുമേഷ്. പറഞ്ഞോ. അത് എവിടെ, ഏതിലാ യൂസ് ചെയ്യുന്നത്? അയ്യോ, അങ്ങനെ ഒന്നിലും യൂസ് ചെയ്യത്തില്ല ചേട്ടാ. ഡ്രൈ ഫ്രൂട്ട് ആണോ? അല്ലേ? ഒന്നുകൂടെ കഴിച്ചു നോക്ക്. ചേട്ടാ കഴിച്ചു. ഒന്നുകൂടെ കഴിച്ചു നോക്ക്. ചേട്ടാ, മനുഷ്യര് തിന്നുന്നതാണ്. അങ്കമാലിയിലെ കോഴിക്ക് ഒരു പുളിപ്പും മധുരവും. എടി, ഉണക്കമുന്തിരി. ഉണക്കമുന്തിരി അല്ല ഏട്ടാ, അതുപോലത്തെ വേറൊരു സാധനം. അയ്യോ, പായസത്തിലൊന്നും ഇടത്തില്ല ഏട്ടാ. സ്ട്രോബെറി ആണോ? സ്ട്രോബെറി ഒക്കെ. ഡ്രൈ സ്ട്രോബെറിയോ? അല്ല, അങ്ങനെ കിവി. കിവി അല്ല, കിവി. ഇത് കഴിച്ചിട്ട് പറയാം. എന്തു ഏട്ടാ? ഇപ്പൊ പറയാം. ഷുഗർ ക്യാൻഡി അല്ലേ, മറ്റേ ഈ ജെല്ലി. ജെല്ലി ക്യാൻഡി ആണ്. ജെല്ലി മിഠായി ആയിരുന്നു. അപ്പൊ ഒന്ന് miss ആയി. 2 എണ്ണം ശരിയായി, 1 തെറ്റി. വിഷമിക്കണ്ട. അപ്പൊ മാറി നിന്നോളൂ. നമ്മുടെ അടുത്ത കപ്പലിനെ വിളിക്കാം നമുക്ക്. ലാസ്റ്റ് ചാൻസ് ആണ് ഇത്. ഇതില് 3 നിങ്ങൾ കറക്റ്റ് ആക്കുകയാണെങ്കിലാണ് നമ്മൾ ഒരു ടൈലൊക്കെ എത്തുള്ളൂ. അപ്പൊ ഇവിടെ അവസരമാണ്. അനുരാജിനെ ടേസ്റ്റ് ചെയ്യാം. ഞാനത് കയ്യിൽ തരാം. കൈ യൂസ് ചെയ്യാൻ പാടില്ല. ഫേസ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. Come on, you can. മിണ്ടരുത്. പറഞ്ഞോ. പാറു, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം ചപ്പാത്തിയുടെ കഴിക്കുമ്പോ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കുമ്പോ ഇഷ്ടം. അതിന്റെ കറി എനിക്ക് ഇഷ്ടമല്ല. അതിന്റെ കറി ഇഷ്ടമല്ല. ഉള്ളിയുടെ കൂടെ ഇടുമ്പോ ഞാൻ വഴക്ക് പറയാം, ഈ ഇട്ടെന്ന്. മുരിങ്ങക്കോല് അല്ല, ചുമന്ന നിറമുള്ള. ചുവന്ന നിറമുള്ള മുരിങ്ങക്കോല് അടുത്ത് വന്നു. പച്ചക്കറിയാ പാറു. പാറുവിന് ഋഷിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഋഷി കൂട്ടാൻ ഇഷ്ടം. തക്കാളി. അത് തന്നെ. തക്കാളി അല്ലേ? അയ്യോ,
രുചി തക്കാളിയുടെ ആണല്ലോ അല്ലയോ? തക്കാളിയല്ലേ വേണമെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ചെയ്ത് പെട്ടെന്ന്. ഈശ്വര ഇപ്പൊ കിട്ടി ആ, പാറു ഇത് നമ്മള് സലാഡിന്റെ കൂടെ കഴിക്കുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നു. എന്തിന്റെ കൂടെ? സലാഡായിട്ട് മുറിച്ച് സലാഡിന്റെ കൂടെ മുറിച്ച് ഒരു കഴിക്കുന്നു. പച്ച നിറമുള്ള ആ. ആ ഇച്ചിരി നേരത്തെ പറഞ്ഞ സാധനത്തിന്റെ കാട്ടി ഇച്ചിരി വലിയ പച്ച നിറമുള്ള സാധനം. ആ ആ പറ. മുളകിന്റെ അനത്തിൽ പറഞ്ഞൊന്ന് പറഞ്ഞേ. ക്യാപ്സിക്കം ആന്ന് ഓ തോന്നുന്നു. ആണോ? ഫ്രണ്ടിന്റെ ടേൺ ആണ്. ശ്രദ്ധിച്ച് ആ, പിടിച്ചോ. പതുക്കെ. ആ ഒന്നൂടെ. ഇതൊരു പൊടിയാണ്. ആ. പശു നൽകുന്ന ഒരു സംഭവം. പശു പൊടിയൊക്കെ കൊടുത്തു തുടങ്ങിയോ? ചാണകപ്പൊടി. ഉണക്കി എടുക്കുന്നതാണ്. പാൽപ്പൊടിയാണോ? അതെ, പാൽപ്പൊടിയാണ്. പാൽപ്പൊടി. ഇത് നിങ്ങളുടെ നിർണായകമായ അവസരമാണ്. കാരണം ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഇതിനും കൂടെ കറക്റ്റ് ആൻസർ പറഞ്ഞാലാണ് ഞങ്ങളുടെ കപ്പിൾസിന്റെ ഒപ്പം എങ്കിലും എത്തുള്ളൂ. അതെ, അനുരാജ് അത് മനസ്സിൽ വിചാരിച്ചോണ്ട് അതായത് കയ്യിൽ പിടിച്ചു. ഇതിപ്പോ ഒരു ട്രോളായി മാറിയല്ലോ പാറു. അശ്വതി ഒരു ഊതം കൊടുത്തേ. ആ ഒന്നൂടെ. ഈ ഏട്ടന് രുചിയൊന്നും അറിയുന്നില്ലെന്ന് തോന്നുന്നു. കൊറോണ വല്ലതും ആണോ നല്ല മനുഷ്യ? രുചിയുള്ള സാധനമാണ്. ആ പാറു നമ്മൾ ഓടി ക്ഷീണിക്കുമ്പം നമ്മുടെ സ്കൂളിലൊക്കെ തന്നോട്ടിരുന്ന സാധനമാണ്. ഗ്ലൂക്കോസ് ആണോ? പൊളിച്ചു